ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. മഴയും കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട്, നിൽക്കാണ്ട് പെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് മമ്മി മെസ്സേജ് അയച്ചു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സീനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് മാത്രം കഴിക്കാനുള്ള നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ അവർ എഴുന്നേൽക്കുമ്പോൾ ബാക്കി നോക്കാമെന്നുള്ള രീതിയിലാണ് വിചാരിച്ചേക്കണേ. എന്തായാലും അത് ഉണ്ടാക്കാൻ ഞാൻ പോട്ടെ. അപ്പോഴത്തേക്കും നിങ്ങൾ ഇന്ന് രാവിലെ നമ്മളൊരു 5:30-6 മണി ആ ഒരു സമയത്ത് ജസ്റ്റ് ഈ ഒരു ടെറസിലേക്ക് മുകളിലേക്ക് വന്ന് നോക്കിയപ്പോൾ സ്കൈ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കട്ടെ. എന്തായാലും നിങ്ങൾ ആ ഒരു വിഷ്വൽ കണ്ടിട്ട് വാ. ദോശ വയ്ക്കാനായിട്ട് മാവ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗോതമ്പ് മാവ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. ദോശ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദോശ പഞ്ചസാരയും കൂടി കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവന്മാരൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പം നമുക്കിനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കണം. എന്തായാലും ലഞ്ച് ഒരു 12-12:30 ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി എന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഇവരൊക്കെ എഴുന്നേക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും ആ സമയം കൊണ്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കണ ആ ഒരു സമയമാവട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ വൈകിട്ട് ലേക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. ലേക്കിലേക്ക് ഞാൻ അഭിനവും കൂടി ജസ്റ്റ് ഒന്ന് പോയിരുന്നു. അവിടെ പോയിട്ടുള്ള കാഴ്ചകളും പിന്നെ നമ്മൾ ഇന്നലെ രാത്രി ഡിന്നർ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടു. അപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയാകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഗൈസ്, അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ലേക്ക് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും ഇപ്പോൾ സൺസെറ്റായ സമയമായി. ഇപ്പോൾ പോകണ്ട, നാളെ എന്ന് വെച്ചാൽ ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വണ്ടി എടുത്തിട്ട് ഒന്ന് ആ സൈഡ് പോയി നോക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അതേ അഭി വണ്ടി എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പുറ സൈഡാണ് നമുക്ക് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ. അപ്പുറ സൈഡിൽ എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങോട്ടേക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്, ഈ ഒരു ലോറി കാരണം വന്ന ബ്ലോക്കാണല്ലോ. ആ ലോറിക്ക് തിരിയാൻ പറ്റുന്നില്ല. ബാക്ക് എടുത്ത് തിരിച്ച് കഷ്ടപ്പെടാൻ. ഗൈസ്, നമ്മൾ ഏതോ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് പാടാണോ അതോ ലേക്കാണോ? ഇത് അവിടെയാണെന്ന് തോന്നുന്നു ലേക്ക്, ആ സൈഡിൽ. ഇവിടെ പാടാന്ന് തോന്നിയത്. പിന്നെ ഇത് ഇപ്പുറത്തൊക്കെ നെൽപ്പാടങ്ങൾ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ മലയുള്ളത്. മല സംഭവം കൊള്ളാം, നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിവിടെ ഒരു കല്ല് മൂടുന്ന് വന്ന് വീണ് ഇറങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ ആവാം. ഈ സ്റ്റേജിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. ഇത്തിരിയും കൂടി നേരത്തെ വന്നെങ്കിൽ നല്ല അടിപൊളി ലൈറ്റിംഗ് ആയിട്ട് അടിപൊളിയാക്കണേ. സംഭവം അടിപൊളിയാണ്. നാളെ എന്ന് വെച്ചാൽ ഞായറാഴ്ച പറ്റുകയാണെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് വരാൻ നോക്കാം. അപ്പോൾ വൈകുന്നേരം നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറാണ്ടോ. ഇവിടെ കടയിലെത്തിയപ്പോൾ ലൈം ജ്യൂസ് കുടിച്ചാലും എന്തായാലും കുടിക്കാൻ കയറാം ഈ ഒരു കടയിൽ. അപ്പോൾ ലൈം ജ്യൂസ് സാധാരണ ഇവർ ഈ ഒരു ഡബ്ബയുടെ ഉള്ളിൽ നിന്നാണ് എടുത്താൽ ഇന്നിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ലൈമ് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ലൈം ഫുൾ എടുക്കുന്നുണ്ട്. എത്രയാവുന്ന അറിയില്ല. സാധാരണ 10 രൂപയാണ് ആവാറ് അല്ലേ? ഇന്നെന്താ അവസ്ഥ എന്നറിയില്ല. സോഡ കഴിച്ചിട്ടില്ലോ ഗൈസ്. ഇവൻ ഫ്രഷ് ലൈം എന്ന് പറഞ്ഞു നമ്മൾ കേട്ടത് സോഡ ലൈം. സോഡ വെച്ച് സംഭവം അടിപൊളിയാണ്. ഒരു ഫുള്ള് ലൈം വെച്ച് കഴിഞ്ഞാൽ സീനാണ്. 10 അല്ല 20 ആയിരിക്കും. 20 ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നറിന് ഒരു വെറൈറ്റി സംഭവമാണ് ട്രൈ ചെയ്യാൻ പോണത്. നമ്മൾ കൊത്തു പൊറോട്ടയാണ്, എഗ് കൊത്തു പൊറോട്ടയാണ് ട്രൈ ചെയ്യാൻ പോണത്. അബി ഇവിടെ മുട്ട ഉടച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം മുട്ട റെഡിയാക്കണം. അത് പറയാം. ഗൈസ്, എന്തായാലും നമ്മൾ ആദ്യം മുട്ട റെഡിയാക്കി. പിന്നെ നമ്മൾ പൊറോട്ട മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്
നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് അത് പൊറോട്ടയിലേക്ക് ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊത്തി എടുക്കുകയാണ്. സോ കൊത്തി പൊറോട്ട മേടിച്ച് കഴിക്കാനുള്ള മടി, പിന്നെ എന്തോ നമ്മൾ തന്നെ സ്വയം കൊത്തി ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് കിട്ടുമെന്നുള്ളതാണ് ബാക്കി 3 പേര് പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് റെഡിയാക്കാം. അവരുണ്ടാക്കാം എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതുവരെ അവർക്ക് കൊത്തണം എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഇപ്പൊ സമയം 9:15 നമുക്ക് വിശക്കാൻ തുടങ്ങി. സോ എന്തായാലും നമ്മൾ സ്വയം കൊത്തി നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. സോ അവരെ വെയിറ്റ് ചെയ്തിരുന്നതിന് നടപടിയാവില്ല. സോ നമ്മൾ എന്തായാലും ചെയ്യട്ടെ. പക്ഷേ നമ്മൾ മുട്ട അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പൊറോട്ട പൊട്ടിച്ചിടുന്നുണ്ട്. സോ എണ്ണ ചൂടായിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഒഴിക്കാം. നമ്മുടെ കൊത്തു പൊറോട്ട സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. സോ അതേ ഇവിടെ അബി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളവന്മാരും കൂടിയും വിളിച്ചുകൊണ്ട് വരണം. സോ അവന്മാര് മുകളിൽ എല്ലാവരും മുകളിലാന്ന് തോന്നുന്നു. മുകളിൽ ഫോൺ കോളിലൊക്കെ ആയിരുന്നു. ഇപ്പം എവിടെയാണെന്നുള്ളത് പോയി തപ്പി പിടിക്കണം. സോ എന്തായാലും നേരത്തെ തപ്പി പിടിച്ചു കൊണ്ട് വന്നിട്ട് ഇപ്പം എന്നെ എത്ര മണി 9:45 എന്തായാലും കഴിക്കാൻ വിളിക്കട്ടെ. ഡിന്നർ കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. സോ സംഭവം എന്തായാലും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അവരെ വിളിച്ചുകൊണ്ട് ഒന്ന് കഴിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സോ എന്തായാലും പോയി വിളിക്കാം. സോ കഴിച്ചിട്ട് നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിച്ചു നോക്കാം. ശരി, സാപ്പിട്ട് പറ. നീ சொல்லு வா சொல்லு சாப்பிட்டு பாடுறா. അടിപൊളി അടിപൊളി. അടിപൊളി സാധനമായിട്ടുണ്ട്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. സീൻ ഗൈസ്, നമ്മൾ ചോറ് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വെച്ചിട്ടുണ്ട് ഇന്നലെ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് என்ன கறி என்ன சாப்பாடு வேணும் இன்னைக்கு? Today we are going to make egg rice. Okay guys. சொல்லி கொடுக்குறேன்டா இத்தனையும். இப்படி வச்சுட்டு ரைட் சைடில் திருப்பணும்டான்றான். ഗൈസ്, അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാം. പൊട്ടാറ്റോ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പ്രഗതീഷ് സവാള അരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ആദ്യമായിട്ട് കിച്ചണ് കയറിയായിരുന്നു. ഇതേ നമ്മുടെ ഹൗസ് ഓണർ കൊണ്ടുവന്നാണ് കേട്ടോ പരിപ്പുവട. പായസം ഉണ്ട്. എന്ത് പായസം? ആയോ പായസം. ഇത് മറ്റേ നമ്മൾ നോർമൽ വയ്ക്കുന്ന പരിപ്പല്ല. ഇത് വേറെന്തായിരുന്നു എന്തോ പരിപ്പെന്ന് പറയുന്നോടാ. തോവര പരിപ്പല്ല, ഈ ചെറിയ ചെറിയ മണിയായിട്ടുള്ള പരിപ്പാ. അതിന്റെ പൈസ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് അല്ല, എഗ് റൈസിനുള്ള സവാള നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൈം പാസിന് കഴിക്കാൻ വേണ്ടി നമ്മൾ അബി തക്കാളി പഞ്ചസാരയിലിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കഴിക്കാം. കഴിച്ച് നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പുറത്ത് നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ പൊട്ടാറ്റോ കറി കൂടി ആയിട്ടുണ്ട് ചെറുതായിട്ട്. സോ സംഭവങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ലഞ്ച് കഴിക്കണം. കഴിച്ചിട്ട് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് ബ്രോ? பிரகா எப்படி இருக்குடா நம்ம எக் ஃப்ரைட் ரைஸு? பொட்டேட்டோ ஃப்ரை சூப்பரா. மித்துன்னு காமிக்கலாமா? சாப்பிடு. ഓക്കേവാ? ഓക്കെ, എന്തായാലും കഴിക്കട്ടെ. സംഭവം അടിപൊളിയാന്ന് പറഞ്ഞേ. പിന്നെ നമ്മൾ തേക്കേണ്ടത്. സോ ഗൈസ്, നമ്മൾ ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ അബി പറഞ്ഞു നമുക്ക് ആ ലേക്കിൻ്റെ അവിടേക്ക് ഒന്നും കൂടി പോയി നോക്കാം. ഇന്ന് സൺസെറ്റ് ആവും മുമ്പ് നല്ല വെളിച്ചമുള്ളപ്പോൾ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. യോ ഗൈസ്, ഞങ്ങൾ തീയിൽപ്പെട്ടിരിക്കുകയാണ്. ബാക്കിൽ പുക കണ്ടോ? സോ ഗൈസ്, നമ്മൾ ഇന്നലെ ലേക്ക് വന്നു. സോ ഇന്ന് വീണ്ടും നമ്മൾ ലേക്കിൻ്റെ ഈ ലേക്കും പാടം ഒക്കെ കൂടിയ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇവിടെ വന്നിട്ട് ഇന്ന് കണ്ട വിഷ്വൽസും കാര്യങ്ങളൊക്കെ നാളത്തെ വ്ളോഗിൽ ആഡ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗായി വരുന്നവരെ എല്ലാവർക്കും ബൈ.